ഹലോ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. മൺചട്ടി തന്നെ എടുക്കണം. അതിലേക്ക് അല്പം ഉലുവ ചേർക്കുകയാണ്. പാലക്കാടൻ സ്പെഷ്യൽ മീൻകറിയാണ്. സോ അതുകൊണ്ട് നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. എണ്ണയിലേക്ക് നമ്മൾ ഉലുവ ഇട്ട ശേഷം ഉലുവ നല്ലപോലെ പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്യാം. പെരിഞ്ജീരകമൊക്കെ അയലക്കറിക്ക് നല്ലൊരു ഫ്ലേവർ തരും. പൊട്ടിയ ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. ചെറിയുള്ളി തന്നെ എടുക്കണം. ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് ഒരുപാട് വലുതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം അതിനെ നമ്മൾ നല്ലപോലെ വഴറ്റി എടുക്കണം. ഈ സമയം ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് എടുക്കുകയാണ്. പഴുത്ത മുളകാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. നല്ലപോലെ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണം. ഈ പൊടികളുടെ മണമൊക്കെ മാറുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പൊതുവേ പാലക്കാടൻ മീൻകറിയിൽ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് അയല ആയതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ഗ്യാസൊക്കെ ഒന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തക്കാളി ചേർക്കുന്നു. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. ആ ടൈം ആകുമ്പോൾ നമ്മൾ അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ഉണ്ട പുളി എടുത്തതിന് ശേഷം, വാളംപുളിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. എടുത്ത ശേഷം വെള്ളത്തിൽ നല്ലപോലെ കുതിർത്തി വെച്ച ശേഷം നമ്മൾ മീൻ കറിയിലേക്ക് ഒഴിക്കുകയാണ്. അല്പം ഉപ്പ് ചേർക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് തിളയ്ക്കാനായിട്ട് വിടുക. നല്ലപോലെ തിളച്ച് ഈ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മളിതിലേക്ക് ഒരു പിടി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നല്ല പേസ്റ്റാക്കി അരച്ച തേങ്ങയാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. പിന്നെ നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് തേങ്ങ എടുക്കാം. പിന്നെ നമ്മളിതിൽ സ്പെഷ്യലായിട്ട് മാങ്ങ ചേർക്കുന്നുണ്ട്. മാങ്ങ ചേർത്താൽ മീൻ കറിക്ക് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മാങ്ങ ചേർക്കുന്നു. ഒരുവിധം ചെനഞ്ഞ ഈ ഒരു യെല്ലോ കളർ വരുന്ന പോലത്തെ മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. കൂടെ തന്നെ മീനും ആഡ് ചെയ്യുന്നു. ഇനി ഇത് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് നല്ലപോലെ മാങ്ങയും മീനും ഒക്കെ ബ്ലെൻഡായി വരാനായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു മിക്സ് കൊടുക്കുക. മീൻ വെന്ത ശേഷം അങ്ങനെ ഇളക്കാൻ പാടില്ല. ഇളക്കിയാൽ കഷ്ണങ്ങളൊക്കെ മുറിഞ്ഞു പോകും. നമ്മൾ വീണ്ടും ക്ലോസ് ചെയ്തിട്ട് വേവിക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ കറി നല്ലൊരു ഗ്രേവി, ഒരു യെല്ലോയിഷ് കളറിലുള്ള ഗ്രേവി ആയിട്ട് മീനും മാങ്ങയും എല്ലാം വെന്ത് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. സോ ഞങ്ങളുടെ പാലക്കാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അയലക്കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.